പ്രിയങ്ങളെ, നമ്മുടെ ഈസ്റ്റർ ദിവസത്തിലെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. രാവിലെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, എനിക്ക് എൻ്റെ ശരീരത്തിൻ്റെ വയ്യാഴിക കൊണ്ടാണ് പല കാര്യങ്ങളും മുടങ്ങിപ്പോകുന്നത്. ആ കൂട്ടത്തിലാണ് കഴിഞ്ഞ കുറേ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു നമുക്കിവിടെ സൗകര്യക്കുറവുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ കൊണ്ടുവന്ന പാത്രങ്ങളെല്ലാം ഒന്നും എടുത്തു വെച്ചിട്ടില്ല. അപ്പം ഇന്ന് നമ്മളെല്ലാ ഈസ്റ്ററിനും എല്ലാവരെയും നമ്മൾ വീട്ടിലോട്ട് വിളിക്കും. വീട്ടിലാണ് ഒരുങ്ങുന്നത്. ഒന്നുകിൽ അമ്മയുടെ അടുത്ത്, ഇപ്പം മിക്കവാറും എൻ്റെ അടുത്തായിരുന്നു. എല്ലാവരും അങ്ങോട്ട് വന്ന് ഞങ്ങൾ അവിടെയാണ് ഈസ്റ്റർ ഒരുങ്ങാറുള്ളത്. ഈസ്റ്ററും ക്രിസ്മസും ഒക്കെ അങ്ങനെയാണ്, ഇപ്പം കുറേ വർഷങ്ങളായിട്ട് അങ്ങനെയാണ്. അപ്പം ഈ വർഷം ഞാൻ ഇങ്ങോട്ട് ആരെയും വിളിച്ചില്ല. കാരണം എന്താ പറയുന്നത്, ഞാനും മുത്തും മോനുകുട്ടനും കൂടെ അമ്മയുടെ അടുക്കലോട്ട് പോവാണ്. മാമിയും കൂക്കും ഒക്കെ അങ്ങോട്ട് വരും. കൊച്ചോളും ഒക്കെ ചിലപ്പോൾ വരും. അവർ സിനിമയ്ക്ക് പോയേക്കുക. പിന്നെ ഇങ്ങോട്ട് വിളിക്കാത്തതിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ എപ്പോഴൊക്കെയോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ എല്ലാവർക്കും കൂടെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള സൗകര്യക്കുറവുണ്ട്, സ്ഥലപരിമിതിയുണ്ട്. അതൊക്കെ കൊണ്ട് ഞാൻ അങ്ങ് മാറ്റി വയ്ക്കുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ എല്ലാം ദൈവം അനുവദിച്ച് നടന്നാൽ നമ്മൾ സന്തോഷത്തോടെ ഈ കാര്യങ്ങളെല്ലാം ഒരുങ്ങും എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. നമ്മൾ ആ വീട്ടിൽ താമസിച്ചപ്പോൾ എല്ലാ സന്തോഷങ്ങളും നമ്മൾ അവിടെ ഒരുങ്ങാറുണ്ടായിരുന്നു. ഞങ്ങളതൊക്കെ നിങ്ങളോട് പങ്കുവയ്ക്കാറും ഉണ്ടായിരുന്നു. യൂട്യൂബ് ഫാമിലിയിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും, എല്ലാവർക്കും, എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ മക്കളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ. ഇനിയിപ്പോൾ ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, മാമി അപ്പമൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഞാൻ ചിക്കൻ കറി വെച്ചിട്ടുണ്ട്. അവരങ്ങോട്ട് പോയിട്ടുണ്ട് അമ്മയുടെ അടുക്കലോട്ട്. ഞങ്ങളും കൂടെ അങ്ങോട്ട് പോവാണ്. നമുക്കെല്ലാവർക്കും കൂടി ഇരുന്ന് കഴിച്ച് കുടിച്ച് പോരാ കേട്ടോ. അപ്പം അങ്ങോട്ട് പോട്ടെ. കുഞ്ഞോ ഇപ്പം വിളിച്ചതേ ഉള്ളൂ വാ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ പോയിട്ട് വരാം. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആ പാത്രത്തിനകത്ത് വേല പൊട്ടിപ്പോവും, കവർ ചൂടല്ലയോ. ഓ, എന്തേ കാണുന്നില്ല കുഞ്ഞിനെ? സന്തോഷം വെക്കുന്നു. ഫോട്ടോയ്ക്ക് പോസ് ചെയ്യോ? കുഞ്ഞോടെ ചിരി കണ്ടോണോ? ഫോട്ടോ എടുക്കട്ടെ, ചിരിച്ചേ. ഞാനിമ്മളെ മാമിയുടെ ചിക്കൻ കറി എങ്ങനെ ഉണ്ടെന്ന് പറയണേ. എന്തോ വാടാ, എന്തോ നിന്നോട് ചോദിച്ചില്ലല്ലോ കുഞ്ഞോ. കുഞ്ഞിനോടൊന്നും മേടിച്ചപ്പുറത്ത് കൊണ്ടുവന്നു. വീഴല്ലേ കുഞ്ഞോ, പുറകിലോട്ട് വീഴുമല്ലോ കുഞ്ഞ്. രാവിലത്തെ
ഞങ്ങൾ ഇവിടുന്ന് ചെന്നപ്പോഴത്തേക്ക് ജാനിക്കുട്ടിയും കുഞ്ഞോനും കുക്കും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അമ്മയുടെ അടുക്കെ. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. പിന്നെ ഇപ്പം ഇങ്ങോട്ട് പോരുന്നു. 12:30 ആയി കേട്ടോ. അമ്മയ്ക്ക് അവിടെ ഇന്ന് അമ്മ ഫുൾ ടൈം പുറത്തായിരിക്കും. കാരണം അവിടെ ജോലിക്ക് ഒരാളിനെ നിർത്തിയിട്ടുണ്ട്, ചെടിയൊക്കെ നടാനും കാടൊക്കെ വൃത്തിയാക്കാനും ഒക്കെ. അപ്പോൾ അമ്മ അതിൻ്റെ പുറകെ നടക്കുക. അപ്പോൾ ചെടി നടാൻ നേരത്ത് കപ്പ കുറച്ച് കപ്പ കിട്ടി. അത് 2 എനിക്ക് തന്നു വിട്ടിട്ടുണ്ട്. പിന്നെ ജാനിക്കുട്ടിയും കുഞ്ഞോനും അവരെല്ലാവരും മാമിയൊക്കെ അങ്ങോട്ട് പോയി. മാമിക്ക് അവിടെ പണിയൊക്കെ ഉണ്ട്, വൃത്തിയാക്കാനൊക്കെ ഉണ്ട്, ജോലികളൊക്കെ ഉണ്ടെന്നും പറഞ്ഞിട്ട് മാമി അങ്ങോട്ട് പോയി. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ടും പോരുന്നു. ഞാൻ എന്തായാലും ഇന്ന് കുറച്ച് സമയം കിടക്കട്ടെ പ്രിയങ്ങളെ. ഞാൻ ഇത്രയും ദിവസം കൊണ്ട് വിചാരിക്കുക ഒന്ന് കിടക്കണമെന്ന്, പക്ഷെ നടക്കുന്നില്ല. അതുകൊണ്ട് ഞാനും ഇങ്ങോട്ടേക്ക് പോരുന്നു. 2-3 അപ്പവും കറിയൊക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഉച്ചയ്ക്ക് അത് കഴിക്കാം, അല്ലെങ്കിൽ ചോറ് ഇരിപ്പുണ്ട്. രാത്രി പിന്നെ മുത്തിൻ്റെ സ്പെഷ്യലാണ്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നേരം വിശ്രമിക്കാം എന്നോർത്തുകൊണ്ട് ഇങ്ങോട്ട് വന്ന്. നല്ല വെയിലാണ്. ഇങ്ങോട്ട് വന്നു. ഇനി വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. ഈ വിശ്രമം എന്ന് പറയുമ്പം വീഡിയോ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ചെയ്തിട്ട് തുണി കഴുകാനുണ്ട്. വൈകിട്ട് ആവുന്നെങ്കിൽ കുറേ തുണികളൂടെ കഴുകിയിടണം. ഇന്നലെ കഴുകിയിട്ടതൊക്കെ അപ്പോഴത്തേക്ക് ഉണങ്ങുമായിരിക്കുമല്ലോ. മൊത്തം ഒരു ബക്കറ്റ് തുണികൾ, പാൻറ് മാത്രം മുക്കി വെച്ചിട്ടുണ്ട് കഴുകാനുള്ളത്. അവന് നാളെ മറ്റന്നാളിൽ പോകും. അപ്പോഴത്തേക്ക് തുണിയെല്ലാം ഉണക്കി എടുക്കണ്ടേ. അതുകൊണ്ട് അതൊക്കെ ഉണ്ട്, കഴുകാനുണ്ട്. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഇന്ന് കഴുകും, അല്ലെങ്കിൽ നാളെ കഴുകാം എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരുടെ ഈസ്റ്ററൊക്കെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും കടന്നു പോയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഇരുന്നും കിടന്നുമുള്ള ജോലികൾ, അതാണ് ഈ റെസ്റ്റ് എന്ന് പറയുന്നത്. കിടക്കുമായിരുന്നു പ്രിയങ്ങളെ, ഉറങ്ങി ഒരു 2:45 ആയി. വിശപ്പ് കയറിയപ്പോൾ എഴുന്നേറ്റതാണ്. ഞാൻ അവിടുന്ന് അമ്മയുടെ അടുക്കുന്ന അപ്പവും ചിക്കൻ കറി എടുത്തോണ്ട് വന്നായിരുന്നു. മോനിക്കുട്ടിന് അത് ഉച്ചയ്ക്ക് കഴിച്ചു. മുത്തിന് വിശപ്പില്ലെന്ന് പറഞ്ഞു. ഞാൻ ഇച്ചിരി ചോറുണ്ടാം എന്ന് വിചാരിച്ചു. ഇച്ചിരി ചോറും പിന്നെ ആ ചിക്കൻ കറി, നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച ചിക്കൻ കറി ആയിരുന്നേ, അതും ഇച്ചിരി ഇഞ്ചിക്കറിയും കൂടെ കൂട്ടി കഴിക്കും. വിശക്കുന്നു എനിക്ക്. ഇഞ്ചി ഗാർലിക് പേസ്റ്റ് വേണമെങ്കിൽ എത്ര വെളുത്തുള്ളി പൊളിക്കണം? ഒരു 10-20 എണ്ണം പൊളിക്കണം. വലിയ ഉള്ളി അതുകൊണ്ട്. ഇത് ഇങ്ങനെ മേടിച്ചോ? ഇത് 2-4 അതിന്റെ പകുതി മതി. അതാ ഒഴിച്ചത്. ഇതുപോലെ 20 എണ്ണം പൊളിക്കണം. വെളുത്തുള്ളി പൊളിച്ചു കൊടുക്കും. അത് മസാല ഏതാണ്ടൊക്കെ പരട്ടി വെക്കാറുണ്ട്. അതിന് റെഡിയാകും. മൈദ ആക്കാൻ അമ്മയ്ക്ക് അറിയാവോ? ചപ്പാത്തി വരുത്തുന്ന പോലെ അറിയിച്ചില്ല. എന്റെ കൈ വയ്യ. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരാള് വെളുത്തുള്ളി എണ്ണ ഇത്രയും പൊളിക്കണം. വലിയത് പൊളിച്ചെടുക്കുക. ചിക്കനും ഒക്കെ രുചിയായിട്ട് കഴിക്കണമെങ്കിൽ മതി. ഉച്ചയ്ക്ക് കഴിക്കട്ടെ, വിശപ്പുണ്ട്. ചിക്കനൊക്കെ മസാല പുരട്ടി ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ വീഡിയോ എടുത്തില്ല പ്രിയങ്ങളെ. അപ്പോൾ അതാണ്ട് മൈദ കുഴയ്ക്കുക. എന്തുമായി തീരും എന്നൊന്നും എന്നോട് ചോദിക്കരുത്, എനിക്കറിയത്തില്ല. ഞങ്ങൾ പരീക്ഷണ വസ്തുവാണോ എന്നൊരു സംശയം. ഒരാൾ മാവ് കുഴച്ചു ക്ഷീണിച്ചു. ഞാൻ കുഴയ്ക്കും. എനിക്ക് കൈ വയ്യാത്തോണ്ട് എനിക്ക് വയ്യാന്ന് പറഞ്ഞപ്പോ നമ്മൾ മാവ് കുഴച്ച് പൊറോട്ടയ്ക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന പോലെ കുഴച്ച് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇതിന് മുകളിൽ ഒരു കോട്ടൺ തുണി ഇടണം. ഞാൻ
നമ്മൾ അവിടെ വെച്ച് പൊറോട്ട ഉണ്ടാക്കുന്നതിന് മാത്രമായിട്ടൊരു തുണി നമ്മളിങ്ങനെ കഴുകി സൂക്ഷിച്ച് വെച്ചിരുന്നത്. ഇപ്പം അതൊന്നും ഇല്ല. ഞാൻ ഇവിടെ കോട്ടൺ തുണിയൊന്നും ഇരിപ്പില്ല. അവൻ്റെ കയ്യിലുണ്ട് തല തോർത്ത്. അപ്പം നമ്മൾ അതാണ് ഇതിന്റെ പുറത്ത് ഇടുന്നത് ഇല്ലയോ? ഇങ്ങനെ കഴിക്കും മോനിക്കുട്ടാ. സോസ് ഉണ്ടാക്കുവാണ് മൈദയൊക്കെ ചേർത്ത്. എന്തുവാന്നറിയത്തില്ല. ഇതെല്ലാം സകല ഉത്തരവാദിത്വം അങ്ങോട്ട് കൊടുത്തേക്കുക. ഹലോല കുറുകട്ട് കുറുകി. നീ അച്ചാച്ചനെ സഹായിക്കാതെ അവിടെ പോയിരുന്നാലോ? ഒന്നും എടുത്തു കൊടുക്കാൻ വയ്യ, ഒന്നും ചെയ്യാൻ വയ്യ. വിളിച്ചില്ലല്ലോ. സോസ് ഉണ്ടാക്കിയത് ടേസ്റ്റ് ചെയ്യാൻ തന്നത്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ടേസ്റ്റ് ഉണ്ട്, പക്ഷെ എരിയ. ഒരാൾ ഇന്നത്തെ രണ്ടാമത്തെ കുളിയും പാസ്സാക്കിയിരിക്കുകയാണ്. ജാനിക്കുട്ടിയുടെ അടുത്ത് വരെ പോവാ. രാവിലെ ഇങ്ങോട്ട് പോന്നപ്പം വൈകിട്ട് ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വരെ ഒന്ന് പോയേച്ചും വരാം. വന്നിട്ട് വേണം രാത്രിയിലത്തെ നമ്മുടെ പരീക്ഷണം തുടങ്ങാൻ. ഇല്ലേ മോനുകുട്ട? നമ്മുടെ മുറ്റത്തൊരു കൊന്നയുണ്ട്, നിറച്ചു പോവാണ്. വിഷു ആകുമ്പോഴത്തേക്ക് ക്ലോസ്. ഞാനല്ല. പിന്നെ ഞാൻ നിന്റെ ചെരുപ്പ് ഇട്ടു നടക്കും. കൊന്നപ്പൂ കാണിച്ചേ മോനുകുട്ട? കണ്ടോ കൊന്നപ്പൂ? കൊറേ ഉണ്ടല്ലേ. മസാലയൊക്കെ പുരട്ടി മാവൊക്കെ കുഴച്ചു വെച്ചേക്കുന്നു. എനിക്കറിയത്തില്ല കൊച്ചെ, എന്തുവായി തീരുവോ? അതെ, രാവിലെ ജോലിക്ക് പോകേണ്ടതാ. കുഞ്ഞോ ചേച്ചി നല്ല സുഖം കേട്ടോ, ഒരഞ്ഞു വീണ. അതുകൊണ്ട് മേളിൽ പോയിട്ട് സ്പീഡിൽ വരുവാന്നേ. കുഞ്ഞോ വീഴും. കുഞ്ഞോ ഓടാതെ. യോ, എനിക്കിത് കാണുന്നതേ പേടിയാ. എടുത്തോണ്ട് വരാൻ പറഞ്ഞാണ്. അല്ലാത്ത പിച്ചാക്കില്ലേ അത് എടുത്തോണ്ട് വരാം. എന്നിട്ടേ കുക്കമ്മയില്ലേ എന്തോ അമ്മമ്മ അത് പോയി എടുക്കാൻ പറഞ്ഞപ്പോ പെരുമ്പാമ്പ് വിഴുങ്ങി കാണും, ചിലപ്പോ വിഴുങ്ങി കാണും, ചിലപ്പോ അതിനെ അത് അപ്പുറത്തെ വളപ്പിച്ചാടി കാണും. അപ്പുറത്തെ ഒരു വലിയ വളമാണ്. നമ്മളെ മീനെ ചൂണ്ടായിട്ടാ കുഞ്ഞിങ്ങോട്ട് നീങ്ങി നിക്ക്, വീഴും. ആ ഉണ്ട്, ഇനി പോരെ. ഇവിടുത്തെ മീനിനൊക്കെ ഭയങ്കര സ്പീഡാ. കുഞ്ഞിനെ അടിക്കല്ലേ. കുഞ്ഞിന്റെ ദേഹത്ത് തട്ടി അവന് വേദനിക്കും. ഞാൻ ഒരു കഥ എഴുതിയതാണ്. എന്നോട് ചോദിക്കുക ചേച്ചി എന്റെ സൂപ്പർ പവർ കണ്ടോ? ഞാൻ സാരമില്ല, കവർ വേണ്ട. വന്നു പ്രിയങ്ങളെ, കുഞ്ഞോ ഭയങ്കര കരച്ചിൽ. പക്ഷെ കുഞ്ഞോ ഇങ്ങോട്ട് കൊണ്ടുവരുന്നാൽ മുത്തിന് ജോലിയാണ്, പിന്നെ തിരിച്ചു കൊണ്ടുവിടാനൊക്കെ. അതുകൊണ്ട് ഞങ്ങൾ ഓടിയിങ്ങി പോരുന്നു. നമ്മുടെ എയർ ഫ്രയറൊക്കെ എടുത്ത് വെളിച്ചം കാണിക്കുന്നുണ്ട്. മിക്സ് വേണ്ടെന്ന് തോന്നല്ലോ. അയ്യോ വേണം. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാനുള്ള ഉരുളക്കിഴങ്ങ് ചേർണ്ടോ മോനുകുട്ടൻ. മുത്ത് മയോണൈസ് ഉണ്ടാക്കാനുള്ള മുട്ട ബോയിൽ ചെയ്തിട്ട് മയോണൈസ് ഉണ്ടാക്കുന്നതാട്ടോ.
എന്തോ 10 മുട്ട. വേണ്ട, അത് മതി. കറണ്ട് പോയി ഞങ്ങൾ എമർജൻസി മൊബൈലൊക്കെ കത്തിച്ച് വെച്ച് ഇതൊക്കെ അരിഞ്ഞെടുക്കുക. കറണ്ട് വന്നില്ലെങ്കിൽ എല്ലാ പ്ലാനിങ്ങും തെറ്റും ഇല്ലയോ മുത്തേ? വരുമായിരിക്കും, മഴയൊന്നുമില്ല, അത് വരും. നമ്മുടെ ആതിരക്കുട്ടിയുടെ എമർജൻസിയാണ് ഞങ്ങളെ ഇപ്പം രക്ഷിച്ച് നിർത്തിയത്. സവാള അരിഞ്ഞ നീളത്തിലാണോ? അറിയാവോ കുഞ്ഞിനെ? ഞാൻ അറിയുന്നില്ല ഇത്. പാത്രത്തിന്റെ കാര്യമാ വിഷമം. ഈ ഒരു പരിപാടി പ്ലാൻ ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞു ഇവിടെ പാത്രങ്ങൾ കുറവാണ്. നമുക്ക് ചോറും കറിയും വെക്കാനുള്ള പാത്രം അല്ലാതെ ബാക്കി എല്ലാം അവിടെ അവിടെയൊക്കെ എടുത്ത് പായ്ക്ക് ചെയ്ത് വെച്ചേക്കുവോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒരാള് ഭയങ്കര കരച്ചിൽ. പോട്ടെ വിഷമിക്കണ്ട കേട്ടോ. എയർ ഫ്രയറിനകത്ത് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കാൻ പോവാ. മോനുകുട്ടിന് ഇപ്പോഴേ ടേസ്റ്റ് ചെയ്ത് നോക്കൂ ഉരുളക്കിഴങ്ങ്. റുമാലി റൊട്ടി ഉണ്ടാക്കാൻ നമ്മൾ ഇവിടെ ഇങ്ങനെ ഈ ടൈലായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇട്ട് പരത്താൻ പറ്റത്തില്ലല്ലോ. അതിന് വേണ്ടി ഇവിടെ ഒരു വലിയ അടപ്പും ഒക്കെ എടുത്ത് വെച്ച് മാവൊക്കെ സെറ്റാക്കി വെച്ചേക്കുന്നത്. ഇത് എവിടെ ചെന്ന് നിൽക്കും എനിക്കറിയത്തില്ല. പരത്തി തരാൻ കൊണ്ടിട്ട് ചുട്ടെടുക്കണമെന്നൊക്കെ പറയുന്നു. ഞാൻ ഈ ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്ത കാര്യം. എൻ്റെ ചട്ടി കരിച്ച് കളയാം. നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് കിടക്കുന്നു ഉരുളക്കിഴങ്ങ് കണ്ടോ. അമ്മയ്ക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ലല്ലോ. അങ്ങനെ പരത്തി തന്നാ മതി നൈസായിട്ട്. ചെയ്തിട്ടില്ലാത്ത പണി ഞാൻ ഇതൊക്കെ ഓഫ് ആയപ്പോഴേ നല്ലപോലെ എണ്ണ പരട്ടിയില്ലായിരുന്നു. അത് കട്ടി കുറവുണ്ടല്ലോ. കട്ടിക്കാല് വേവിക്കും. ഫ്രഞ്ച് ഫ്രൈസ് അത് വെക്കല്ലേ? നമുക്ക് അറിയാവുന്ന പോലെ റുമാലി റൊട്ടിയൊക്കെ ഉണ്ടാക്കാം. അത്ര വലിപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഗ്യാസൊക്കെ പടുത്തായിരുന്നെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ പരത്തി വലുതാക്കിയിട്ട് എടുത്തൊറ്റ ഇടി ഇതങ്ങനെ പറ്റുന്നു. ഇത് മത്സരമായിട്ട് റൊട്ടി കൊണ്ട് എറിയുവാ. കോൺഫ്ലെക്സ് പൊടിച്ചു വെച്ചേക്കും കേട്ടോ. എന്തിനാന്ന് ചോദിച്ചാൽ ചിക്കൻ മുക്കാൻ കേട്ടോ.
ചിക്കനൊക്കെ മസാല പുരട്ടി വെച്ചേക്കുമായിരുന്നു. നമ്മൾ എയർ ഫ്രയറിനകത്താണ് എടുക്കുന്നത്. മുട്ടക്കകത്ത് മുക്കുന്നു, കോൺഫ്ലെക്സിൽ മുക്കുന്നു, 2 തവണ അങ്ങനെ മുക്കുന്നു. ഇതിനകത്തോട്ട് വെക്കുന്നു, ഫ്രൈ ആക്കുന്നു. ഇനി ഇതിനകത്ത് കോൺഫ്ലോർ ചേർക്കണം. മനുഷ്യന് വിശക്കുന്നു. മണി 9 ആവുന്നു. എന്തോ നമുക്ക് അച്ചാച്ചന്റെ സ്പെഷ്യൽ കഴിക്കാമേ. എല്ലാരും ക്ഷമയുടെ നെല്ലിപ്പലകയിലാണ്. മിക്കവാറും കുക്കിനെ ഞങ്ങൾ തട്ടും. കേട്ടോ കുക്കെ. അമ്മമ്മയ്ക്കും മാമനും മാമിക്കും ഉള്ളത് ആദ്യമേ സെറ്റാക്കി കൊണ്ട് കൊടുത്തു. അവരൊക്കെ വിശന്നിരിക്കുക. കഴിച്ചിട്ട് കിടക്കട്ടെന്ന് ഓർത്ത് ഞങ്ങൾ ഇനിയും കഴിക്കാൻ പോവാ, സെറ്റാക്കാൻ പോവാണ് കേട്ടോ. രാമൻ ഇങ്ങനെ പേടിച്ചു പോകും. സവാള സവാള എന്തോ ജാനിക്കുട്ടിക്കുള്ളത് ഇപ്പൊ സെറ്റ് ആവും കേട്ടോ. എന്താ പൊന്നു? എന്തുവാടാ എന്തോ മാമിക്ക് ഉവാവിയാ അവിടെ. എന്തായിരുന്നു മക്കളെ? കുട്രോള് കഴിക്കട്ടെ കേട്ടോ, ട്രൈ ചെയ്യട്ടെ. കുക്കു ജാനിക്കുട്ടിയൊക്കെ കഴിക്കുന്നു. ബാ നീ കൂടെ വാ. പാചകമൊക്കെ കഴിഞ്ഞ ഒരാൾ തുണി കഴുകാൻ പോയി. കണ്ടോ, തുണി രാവിലെ മുക്കി വെച്ചതാ. സമയം എത്ര എന്നറിയാം? 10:15. ഒരാൾ തുണി കഴുകുന്നു, ഇവിടെ ഒരാൾ എനിക്ക് പാത്രം കഴുകി തരുന്നു, ഞാൻ ഇവിടെ എല്ലാം തൂത്തുവാരി. കുട്ടിപ്പട്ടാളം അപ്പുറത്തിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഗുഡ് നൈറ്റ് പറ കുഞ്ഞോ. പറഞ്ഞേ. ആ കുഞ്ഞു ടാറ്റ പറഞ്ഞു. ഗുഡ് നൈറ്റ് പറയാൻ കുഞ്ഞോയ്ക്ക് അറിയത്തില്ല, അതുകൊണ്ടാട്ടോ. ടാറ്റാ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.